തിരുവനന്തപുരത്തേക്കുള്ള കോർപ്പറേഷനിലേക്കുള്ള ബി.ജെ.പിയുടെ അധികാരത്തിലേക്കുള്ള വരവ് അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിഴവിനെ സംബന്ധിച്ചെന്തോ തരൂർ പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും അതേ ചോദ്യം തന്നെ നമ്മൾ തരൂരോട് ചോദിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലം പ്രതിനിധീകരിക്കുന്ന പ്രദേശത്ത് നഗരസഭയിൽ ബി.ജെ.പി അധികാരത്തിൽ വന്നിരിക്കുന്നു. ആർക്കാണ് സൂക്ഷ്മതക്കുറവ് സംഭവിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിലൂടെ ചോദ്യം. അദ്ദേഹം അത് വളരെ അദ്ദേഹത്തിന്റെ നിരീക്ഷണമായി പറഞ്ഞത് താൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ നഗരം ബി.ജെ.പിക്ക് ലീഡുണ്ടായിരുന്നു. ഈ ലീഡിന്റെ കാര്യം താൻ തന്റെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, വാണിംഗ് നൽകിയിരുന്നു. അത് സ്വാഭാവികമായി ഉണ്ടായതാണ്. ഒപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം, നഗരസഭയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ആ മാറണമെന്ന ആഗ്രഹം എന്നൊരു മറുപടി കൂടി തരൂർ പറയുന്നുണ്ട്. ശരി, ഏതായാലും നിർഭൻ പറഞ്ഞ ഈ രണ്ടാമത്തെ ഭാഗം അത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. തരൂർ ആ പറഞ്ഞത് എന്താണെന്ന് കൂടി ഒന്ന് വേഗം നോക്കാം. ഇത് നമ്മൾ കുറച്ചായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. തിരുവനന്തപുരത്തിൽ ബി.ജെ.പി പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊരു സംശയമില്ല. അവർ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 2024 ഈ 4ാം തവണ വിജയം കിട്ടിയതിലും കൂടി നഗരത്തിൽ ഭൂരിപക്ഷം അവർക്കായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ കണ്ടൊരു വാർണിംഗ് സിഗ്നൽ, ഞാൻ അപ്പോഴേ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. നമ്മളുടെ പ്രവർത്തനത്തിൽ ചില കുറവ് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഓരോരോ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സന്ദേശം എത്തിക്കുന്നതിൽ വല്ല കുറവുണ്ടായിട്ടുണ്ടാവാം. അതിനെ നമ്മൾ ഈ 1.5 വർഷത്തിൽ മാറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പോലെ നഗരത്തിൽ ബി.ജെ.പിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു.